ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റിബൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് കേട്ടോ. ഹെയർ ആക്സസറീസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ റിബണിൻ്റെ അളവ് എന്ന് പറയുന്നത് 36 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ 36 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് 36 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹെയർ ബോ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മുടെ ഈ റിബൺ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സിമ്പിളാണ്. നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി അവിടെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് നമുക്ക് ഒരു നൂല് വെച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അതേ കളറ് നൂലെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഈ സെൻറ്റർ പോർഷനിൽ ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അതിന് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടണം കേട്ടോ. ഇതിൽ ലാസ്റ്റായിട്ടൊരു കെട്ട് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കെട്ടുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു കെട്ട് കെട്ടുന്നത് നല്ലതാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവും കേട്ടോ. ലോക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇനി എവിടെയെങ്കിലുമൊക്കെ എക്സ്ട്രാ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഹെയർ ബോ ഉണ്ടാക്കുക. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയതാണ്. നൂലൊക്കെ കെട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ബോനെ ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഈ റിബൺ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നൂല് കാണുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ബോ കുറച്ചും കൂടെ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെങ്ത് ഒന്ന് കൂട്ടിയെടുത്താൽ മതി നമ്മുടെ റിബണിൻ്റെ കേട്ടോ. അപ്പോൾ 36 എടുത്തത് കുറച്ച് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ലെങ്ത് കുറവാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിടുത്ത് കുറവായിട്ടുള്ള റിബൺ ഉണ്ടാവുമല്ലോ, അതെടുത്താൽ മതി കേട്ടോ. ഒരു 3 സെൻറ്റിമീറ്ററൊക്കെ വിടുത്ത് വരുന്ന റിബൺ ഉണ്ടാവും, അതെടുത്താൽ മതി. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ബോനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ലേസ് ഉണ്ടാവില്ലേ, ഇതുപോലത്തെ ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ വെച്ചിട്ടുള്ള ലേസ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലേസ് എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു അളവ് വെച്ച് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിട്ട് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലേസ് വെക്കുന്നതിന് പകരം നമുക്ക് ബീഡ്സൊക്കെ വെച്ചിട്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഈ ലേസിന് ഈ ഒരു ഏരിയയിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു പോർഷനിൽ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ അവിടെ വെച്ചിട്ടൊന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഗ്ലൂ ആണ് കേട്ടോ നമ്മൾ ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇതിന് ഈ ഒരു സൈഡിലുമായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ലേസിൻ്റെ ഈ പീസിനെ. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. ലേസ് വെച്ചിട്ടായതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ അതിനെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡിലുമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്ന് മാത്രമാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് ആ സെൻറ്റർ പോർഷനിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഈ ബോ ഉണ്ടാക്കാനായിട്ടുള്ള ലേസാണെങ്കിലും നമ്മുടെ റിബൺ ആണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടും. അതുപോലെ ടൈലറിങ്ങിൻ്റെ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടാവില്ല, അതുപോലത്തെ ഷോപ്പിൽ നിന്നും ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് അവൈലബിൾ ആണ് നമുക്ക് ഈ മെറ്റീരിയൽസൊക്കെ. ഡെക്കറേഷൻ ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഇതുപോലെ കാണാം കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാവുമ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇതിനെ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടും സെയിം ലേസിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിലായിട്ട് മാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെൻറ്ററിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി ഞാൻ നെക്സ്റ്റ് ആയിട്ട് വേറൊരു ലേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈഡിൽ 2 സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഈ റിബണിന് വരുന്നത് 20 റുപ്പീസ് അങ്ങനത്തെ സംതിങ് അത്രയൊക്കെ വരുന്നുള്ളൂ കേട്ടോ.
അതുപോലെ ലേസും നമുക്ക് ചെറിയ പീസൊക്കെ മതി കേട്ടോ, ഒരു 1/2 മീറ്ററൊക്കെ മതി. അതിനൊരു 7 രൂപ എങ്ങാനൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അല്ലാണ്ട് ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്യൂട്ടാണ് കാണാനായിട്ടും. അതുപോലെ ചെറിയ മക്കൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഹെയർ ബാൻഡിലാണെങ്കിലും ക്ലിപ്പിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ പുതിയ ഡ്രസ്സ് മേടിക്കുമ്പോൾ അതിന് മാച്ചായിട്ട് ഇതുപോലെ നമുക്ക് ഹെയർ ബോ ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. ബോ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹെയർ ബണ്ണിലോ അല്ലെങ്കിൽ ക്ലിപ്പിലോ ഹെയർ ബാൻഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഡ്രസ്സിൻ്റെ കൂടെ അതേ മാച്ചായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. ഞാൻ ഇത് നെക്സ്റ്റ് ആയിട്ട് ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതിന്മേൽ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയൊക്കെയുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ സെല് ചെയ്യാൻ പറ്റും. അതും വീട്ടിലിരുന്നുകൊണ്ട് അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഒരു വരുമാന മാർഗ്ഗമാക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗമാക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ബോൻ്റെ ഫൈനൽ ലുക്ക്. ക്ലിപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഹെയർ ബണ്ണിലൊക്കെ ആയിട്ട് ഇത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.